കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലിൽ പകച്ചുപോയൊരു കുടുംബത്തിൻ്റെ മുന്നിൽ ഒരു കൊമ്പനാന പോലും അഭയം വിരിച്ചു കൊടുത്തെങ്കിൽ മനുഷ്യകോലം പൂണ്ട പേരിന് മലയാളിയായ ഒരു വ്യക്തിയുടെ വാക്കുകളൊന്ന് കേൾക്കൂ നിങ്ങൾ. മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാനില്ല. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തൊക്കെയോ ഉണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറേ എണ്ണം. ഇതുകൂടാതെ DYFI ഇവരുടെയൊക്കെ SDP കണ്ടു. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക്കുള്ള മേഖലയിൽ ഒന്നും പോയിട്ടില്ല. ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ദുരന്തമുഖത്തേക്ക് ഓടി വരുന്ന ഒരു കൂട്ടം പാവം മനുഷ്യരെയാണ് അപമാനിച്ചത്. ഈ പാവം ജനങ്ങൾ ഒരു ജോലിയും കൂലിയും കുടുംബവും ഇല്ലാത്തവരല്ല. എല്ലാം മറന്നുകൊണ്ട് ദുരന്തമുഖത്തേക്ക് ഓടി വരുന്ന നിഷ്കളങ്കരാണ്. അവരെയാണ് നിങ്ങൾ അപമാനിച്ചിട്ടുള്ളത്. അവർ ധരിച്ചിരിക്കുന്ന പ്രത്യേക നിറത്തിലുള്ള വസ്ത്രങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഒരു ദുരന്ത ഭൂമികയാകുമ്പോൾ എല്ലാത്തരം മനുഷ്യരും അങ്ങോട്ടേക്ക് വരും. അവരിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകൾ, അവർക്കിടയിൽ ഒരു ഏകോപനം ഉണ്ടാകാനും സന്നദ്ധ പ്രവർത്തകരാണെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും ഇത്തരത്തിലുള്ള പ്രതിസന്ധി മുഖത്ത് അവരുടെ പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനുമൊക്കെയാണ് മനുഷ്യർ യൂണിഫോം ധരിക്കാറുള്ളത്. ആ യൂണിഫോമിൽ പോലും മതവും ജാതിയും കാണുന്ന മനുഷ്യരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു. ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് കേൾക്കുമ്പോഴേക്ക് ഏതെങ്കിലും തയ്യൽക്കാരൻ്റെ അടുത്ത് പോയി തയ്പ്പിച്ചെടുത്തതല്ല. അവരോരോരുത്തരും ധരിച്ച ആ വസ്ത്രത്തിന് നൂറുകണക്കിന് മനുഷ്യരുടെ രക്തത്തിന്റെ ഗന്ധമുണ്ട്, വിയർപ്പിന്റെ അംശമുണ്ട്, മനുഷ്യരുടെ കണ്ണുനീരിന്റെ നിറമുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരെ ചേർത്ത് പിടിച്ച സ്നേഹത്തിന്റെ കഥ പറയാനുണ്ട് ആ മനുഷ്യർ ധരിച്ച ആ വസ്ത്രത്തിന്. ഈ വ്യക്തിയോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു ആയുസ് മുഴുവനും ധരിക്കുന്ന വസ്ത്രത്തെക്കാൾ പവിത്രതയും മഹത്വമുണ്ട് ആ മനുഷ്യർ ധരിച്ച വസ്ത്രത്തിന്. മനുഷ്യ നിർമ്മിതിക്ക് വേണ്ടി, പാവങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, സാന്ത്വനത്തിന് വേണ്ടി ഓടി വന്ന നിഷ്കളങ്കരായ മനുഷ്യരെ, ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ്. വളരെ നിസ്വാർത്ഥരായ മനുഷ്യരെയാണ്, മലയാളത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി, ഒരുപാട് ജനങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി ഓടി വന്ന മനുഷ്യരെയാണ് അദ്ദേഹം പച്ചക്ക് അപമാനിച്ചിട്ടുള്ളത്. കൃത്യമായി കേസെടുക്കുകയും അവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഏത് സമയവും ഉരുൾപൊട്ടുമെന്ന് സാധ്യതയുള്ള സ്ഥലത്തേക്കാണ് ഈ മനുഷ്യർ ഓടിപ്പോകുന്നത്. ഇവർക്ക് കാത്തിരിക്കുന്ന ഭാര്യയും മക്കളൊക്കെയുണ്ട്. കോടിക്കണക്കിന് ജനങ്ങൾ സ്വസ്ഥമായി സേഫ് സോണിലിരുന്ന് ഈ വാർത്തകളും ചിത്രങ്ങളും കാണുമ്പോഴും ഈ പാവം മനുഷ്യർ എല്ലാം മറന്നുകൊണ്ടാണ് വയനാട്ടിലേക്ക് വണ്ടി കയറിയത്. ആ മനുഷ്യർ അവഹേളിച്ച ഇത്തരം വിഷജന്മങ്ങളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും വേണ്ട നടപടി സ്വീകരിക്കണമെന്നുമാണ് അധികാര കേന്ദ്രത്തോട് സ്നേഹത്തോടെ ഉണർത്താനുള്ളത്. എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നേരെ ദുരന്തമുഖത്തേക്ക് ഓടിയണഞ്ഞ് ചളിപുരണ്ട് ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഈ നിഷ്കളങ്കരായ ജനങ്ങളെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ പറഞ്ഞ വാക്ക്, മനസ്സ് നിറയെ വെറുപ്പുമായി നടക്കുന്നവർക്കല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയില്ല. സന്നദ്ധ സേവനം നടത്തുന്ന പ്രവർത്തകന്മാരെല്ലാവരും, അതിലെല്ലാ മതസംഘടനകളിൽപ്പെട്ട ആളുകളുണ്ട്, രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകളുണ്ട്. അവരൊക്കെ ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്. ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മളോർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിൻ്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ. ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് സേഫ് സോണിൽ എന്നാണ് ഇദ്ദേഹം അറിയുന്നത്. എന്നാൽ ഈ ചെറുപ്പക്കാർ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ചളിയും കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ അവർ നടത്തിയ ചില വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി കല്ലും മുള്ളും നിറഞ്ഞ അതീവ ലോല പ്രദേശത്ത്, അപകടം നിറഞ്ഞ പ്രദേശത്ത് ഇവർ നടത്തിയ മനോഹരമായ ഇടപെടലുകളൊന്ന് നോക്കൂ നിങ്ങൾ. അവിടെ കാണുന്നതൊന്നല്ല മക്കളെ. എന്താ അല്ലേ ചോ ഓക്കെ. എടുക്കാം. പ്ലാവല്ലത്, പ്ലാവ് ഇത്രയും വലിയ സാധനം.
അങ്ങനത്തെ എന്താ തോന്നുന്നല്ലേ മക്കളും ഇല്ലേ കാട്ടുന്ന കാട്ടുന്ന് പോകുന്നതായിരിക്കും. എൻ്റെ റബ്ബേ, കാണാൻ പറ്റില്ല വെച്ചു. ചെരുപ്പുകളും വീടുകളും മക്കളെ വല്ലാത്തൊരു രോഗം തന്നെയാണ് റബ്ബേ. കൈ കൊടുക്കുന്നു ദുരന്ത ഭൂമി മക്കളെ, ദുരന്ത ഭൂമി. നോക്കി പോയിക്കോ. കിലോമീറ്ററോളം കടിക്കുന്നത്. ഈ മനുഷ്യരെ പറ്റിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്ന് ഓർക്കണം. ഇനി മറ്റൊരു സഹോദരൻ്റെ വാക്ക് കേൾക്കാൻ നമുക്ക്. എത്ര മനോഹരമായ വാക്കുകളാണ്. ബസ് എവിടം വരെ പോകുന്നു അവിടെ ഇറങ്ങി ഞാൻ നടന്നു പോകും. ഇത്രയും കാലത്ത് കുട്ടികളൊക്കെ വിളിച്ചു നോക്കിയോ മാഷ്ക്ക്? അവിടെ ആരെയും കിട്ടുന്നില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? ശ്രമിച്ചു. കുറച്ച് ദിവസമായിട്ട് മഴയായി, കറണ്ട് ഇല്ലല്ലോ. അപ്പം ഞാനൊരു എൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് പോകുന്നതാണ്. അവിടെ ചെന്നപ്പോഴേ ഇത് അറിയുന്നത്. പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് ഓടുക, അങ്ങോട്ട് പോവുക. എല്ലാം എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ നാട്ടുകാരും എല്ലാം വേണ്ടപ്പെട്ടവരാണ്. സ്നേഹിക്കാൻ അറിയാവുന്ന മനുഷ്യരുള്ളൊരു നാടാണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എവിടം വരെ എത്താൻ പറ്റുമെന്നറിയില്ല. ബസ്സിൽ എവിടം വരെ എത്തുന്നു അവിടം വരെ അവിടുന്ന് നടന്നു പോകാനാണ് എൻ്റെ തീരുമാനം. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യരാണ് എന്ന് ഒരു അധ്യാപകനാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനി 2 കമൻസുകൾ നോക്കാം നമുക്ക്. അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന പൈതം മക്കളുണ്ട്, അവരുടെ ഉമ്മ അവരുടെ കൂടെയില്ല. അങ്ങനെയുള്ളവർക്ക് ഞാൻ അമ്മിഞ്ഞപ്പാൽ, ഞാൻ മുലപ്പാൽ തന്നു കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ആ സ്നേഹത്തിൻ്റെ ചേർത്തുവെപ്പ് എത്ര മനോഹരമാണ്. എന്നാൽ ഈ കമൻറ്റ് കൂടെ ഒന്ന് നോക്കൂ നിങ്ങൾ. വയനാട്ടിലെ ജനങ്ങൾ ചാവേണ്ടവർ തന്നെയാണ്. മനുഷ്യരായി ജനിക്കുന്ന ഒരല്പം മനുഷ്യത്വമുള്ള ഒരാൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? അപ്പം മനുഷ്യരെന്താണ്, മലയാളി എന്താണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മലയാളികളും സ്നേഹത്തോടെ മനുഷ്യരെ ചേർത്ത് വെക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇങ്ങനെ ഹൃദയം നിറയെ വിഷവുമായി നടക്കുന്ന അപൂർവം ചില ആളുകൾ കൂടി നമ്മുടെ ഇടയിലൂടെ ഉണ്ട്. അവരെ തിരിച്ചറിയണം, കരുതിയിരിക്കണം എന്നുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.